Hi friends, JENY'S vlogലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രെഡ് വെച്ചൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി 2 മുട്ട വേണം. അത് ആദ്യമേ നമുക്കൊരു പാത്രത്തിലേക്ക് വിസ്താരമുള്ള ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/4 ടീസ്പൂണിൽ താഴെയൊക്കെയാണ് ഉപ്പ് ചേർക്കുന്നത്. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ക്രഷ് ചെയ്ത വറ്റൽമുളക് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം അല്ലെങ്കിൽ തക്കാളി നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ 2 ബ്രെഡ് വെച്ച് ചെയ്യാം. ഞാനിതിപ്പോൾ ബ്രെഡ് ചെറുതായ കാരണം 3 ബ്രെഡ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഇതിന് മുകളിലേക്ക് ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനിയിപ്പം 2 ബ്രെഡ് വെച്ച് 2 ബ്രെഡ് വെച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിതിപ്പം ചെറുതായ കാരണം ബ്രെഡ്, അപ്പോൾ ഇതിന് മുകളിലേക്ക് ഒരു ലെയർ കൂടെ കൊടുക്കുന്നുണ്ട്. ആദ്യം ഇതുപോലെ സവാള വെച്ച് കൊടുക്കാം, തക്കാളി വെച്ച് കൊടുക്കാം, ഏറ്റവും മുകളിലേക്ക് ചീസ് വെക്കാം. അതിന് മുകളിലേക്ക് നമുക്ക് ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ വെച്ച് കൊടുത്തിരിക്കുന്ന ഫില്ലിംഗ് ഒന്നും പോകാതെ വേണം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി ബട്ടർ ചേർക്കുന്നതായിരിക്കും വളരെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ബ്രെഡ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡായി കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് മറു സൈഡ് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിതൊരു സെർവ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിനൊപ്പം കുടിക്കാൻ വേണ്ടി ഞാനൊരു ഗ്ലാസ് പാലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയാണ് പ്രോട്ടീൻ പൗഡറിൻ്റെ. അപ്പോൾ അതിന് വേണ്ടി ഈ ഗ്ലാസ്സിലേക്ക് 2 ടീസ്പൂൺ പ്രോട്ടീൻ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പെട്ടെന്ന് ഒരു 5 മിനിറ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു 3 ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഒരു ലെയർ മാത്രം കൊടുത്തും വെച്ച് 2 ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ചും ചെയ്യാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഹെൽത്തിയാണ്. അതേപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എപ്പോഴും കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.